പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതൊരു കിടിലം വീഡിയോ ആയിരിക്കും ഗൈസ്. ബിക്കോസ് വി ആർ ഗോയിങ് ടു കോർഫക്കാൻ. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മളെ ടീംസ് എല്ലാം എത്തിയിട്ട് വരാം. ഓക്കെ, നൈസായിട്ടൊരു ചായ കുടിച്ച് തുടങ്ങാം. നമുക്ക് പോകാനുള്ള വണ്ടി ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ ഇവിടെ എത്തിയിട്ട് കാണാം. വണ്ടി നിറച്ച ആൾക്കാരായി പോകുന്നു. കൊടുക്കും സീനില്ല. ഞാൻ നെഞ്ചംകൊളാ സാധനം വാങ്ങുന്നില്ലേ? സൂപ്പർ മാർക്കറ്റ് മുട്ടിയും ബ്രെഡും ഇത് കുപ്പി എടുക്കുക. എനിക്ക് കുപ്പി ആവശ്യം. ഇതാണ് നല്ലത്. ഓക്കെ, ഇനി പേപ്പർ കപ്പ് ജേഴ്സി കിട്ടും. പേപ്പർ കപ്പ് പുതിയ നോക്കി നോക്ക്. ഇതാ സൈഡില് 5-ാം തീയതി 1-ാം തീയതി എടുത്തിട്ട് പോലെ വീട് കളിക്കല. 5 ഷോപ്പിങ്ങിലാണ്. എന്താ പരിപാടി? നീയല്ല ഇങ്ങ എല്ലാരും കൂടി ഇങ്ങനെ പർച്ചേസ് എല്ലാം ചെയ്യുന്നുണ്ട്. എന്താ പരിപാടി? നമ്മള് ഫുജേറി പോയിട്ട് ടെന്റ് അടിച്ച് കുളിച്ച് ഉണ്ടാക്കും. അതിന് ഇവിടെ പമ്പേഴ്സിന്റെ ഇവിടെ എന്താ കാര്യം? എഗ്, ന്യൂട്ടല്ല, ബ്രെഡ് പോയി വാങ്ങിയാ പോരാ. എന്തിനീ കൗണ്ടറിലായിരുന്നു? ഞാൻ ഒരു ജേഴ്സി അപ്പം അതൊക്കെ ഓവറാക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. അതെ, എന്തുകൊണ്ട് ന്യൂട്ടല്ലേ? ന്യൂട്ടല്ല വേണമെന്നുണ്ട്. വന്നോളൂ വന്നോളൂ വന്നോളൂ. 2.55 അത് വാങ്ങണ്ട. ബിസ്ക്കറ്റ് വാങ്ങണ്ട. ബിസ്ക്കറ്റ് വാങ്ങി ആശിക്ക് വാങ്ങിയല്ലേ? ആശിക്ക് മറ്റേ കോപ്പാട്ടമാണ്. ഇത് പറ്റി കൊടുത്തില്ല. അതാണ് ബിസ്ക്കറ്റ് ആശിക്ക് വാങ്ങിയത്. അത് ചോക്ലേറ്റ് ചാവിട്ട് തുറക്കാൻ അതിക്ക് തുറന്നിട്ട് ഫുള്ള് കലമ്പാക്കി. ഞാൻ കണ്ടില്ല. എങ്ങനെ കാണുന്നത്? വണ്ടിന്റെ മുന്നിലേ ഇരിക്കൂ. 2 മുട്ട വാങ്ങാൻ കയറിയതാ. 62 രൂപ. പിന്നെ നമ്മ പൈസ കൊടുക്കാത്തോണ്ട് 62 രൂപ. പിന്നെ ഞാൻ പൈസ കൊടുക്കാത്തോണ്ട് കുപ്പിപ്പാലേ കുടിക്കൂ. പെട്ടെന്നെടുത്ത് ഇത്രയും ആളില്ല വണ്ടിയിൽ കേറി തുറക്കുമ്പോ ആള് ശ്രദ്ധിക്കണം. തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങി. പൂത്തല്ല നല്ല കൈയോട് പിടിക്കും. കറുപ്പ് പിടിക്കും. ഇവനാണ് അലമ്പാക്കിയത് മൊത്തം. വെള്ളം കിടക്കല് നീ അങ്ങനെ എന്തെല്ലാം വാങ്ങാത്ത. അടുത്ത ലൊക്കേഷൻ കാണാന്ന് പറയാം. നേരത്തെ പറഞ്ഞു ഇതേടങ്ങ് വെക്ക് ചങ്ങായി ഈ സാധനങ്ങള്. എമർജൻസി സിറ്റുവേഷൻ ഡ്രൈവർ ചേഞ്ച്.
മുമ്പിൽ വണ്ടി ഉണ്ട്. അത് ഓടിയോടി എത്തു. ഞാൻ പട്ടിനെ മുട്ടിക്കണ്ട. നീ എന്തിനു പറഞ്ഞു? നീയല്ലേ പറഞ്ഞു ഇത് വണ്ടി ഓടിക്കുന്ന ഫൈൻ ഫുൾ ഫോണില് മുമ്പില് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. കൊണ്ട് 9 മണിയായിപ്പോ ലേറ്റ് ആയിട്ട് ഓണാക്ക്. എല്ലി ജിത്തുനെ കൊണ്ടാ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. രാവിലെ എണീച്ചിട്ട് കുടിക്കണം ചായ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലില്ല. ഐഡിനറിയില് ഇതൊന്നുമില്ല കേട്ടാ. പാക്കേജ് സെറ്റടാ. അമ്മ ആഫ്റ്റർനൂൺ പാക്കേജ് ആഫ്റ്റർനൂൺ പാക്കേജ് നമ്മള് മെനുവില് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ട്. ശരിയാവും ആശിക്കേ. ഇപ്പൊ നാട്ടിൽ പോയി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാരും. സംഭവം മറ്റേതാക്കുന്നുണ്ട്. ഒരു ടൂർ ആക്കിട്ട് ഇപ്പൊ ഭയങ്കര നമ്മുടെ നാട്ടിലൊരു തലമയോ. എന്റെ ജിത്തു മഴ കഴിഞ്ഞിട്ട് മാസം 2 ആയല്ലേ. വെള്ളം തീരുന്നില്ല. ജിത്തുവിനെല്ലാം സംഭവം ഭയങ്കര വീഡിയോട്ടാ വന്നിട്ട് ഇരിക്കല് മിസൈൽ മണാലി പോകാൻ പറയോ? വീഡിയോട്ടാ വന്നിട്ട് ഇരിക്കല മിസൈൽ ഇരുന്ന് നോക്കാൻ വേണ്ടി ഇനിയിപ്പോ ലീവ് ഉണ്ടെങ്കിലും ഇതാവും. എടാ അതെന്തിനാ ഇത് കത്തുന്ന്? ലൈറ്റ് ഡോർ തുറന്നിട്ടതില് ഇട്ടതാ. എന്ത് ഡ്രൈവറാ ഇവനും പിക്കപ്പ് എടുത്തിട്ടല്ലേ പരിചയല്ലോ. അതിലൊന്നും കാണൂലേ. പൊട്ടി എന്നുള്ള പറഞ്ഞ ഗ്ലാസ്സല്ലോ. അതിൽ ലൈറ്റ് ഒന്നും കാണൂലേ. അതുകൊണ്ടാണ് ക്ലാസ് ഇടാൻ മാസങ്ങളൊന്നും വേണ്ട. അത് നമ്മൾ ഇതെല്ലാം വെള്ളം കയറിയിരിക്കോ വെള്ളത്തിനടിയിൽ എന്തെന്ന് എടി ഇവൻ കുറിക്കുന്നുണ്ട് ഇവിടുന്ന്. ജിത്തു നീ അടുത്തേക്ക് പോന്ന്. ആ 50 മിനിറ്റ് ഇല്ലോ. എന്തെന്ന് വണ്ടി ഓടിക്ക് ചേരാ ചേരാ അല്ലേ എന്താ ചങ്ങായി വരുന്നില്ല. നാളെ എനിക്ക് ഒന്നുപോലും തോന്നില്ല. ലോഡ് കൂടും. എന്നാ വെള്ളം നനച്ചലും പല്ലും വരും. അല്ല എന്നിട്ട് റീല് കണ്ടു ഡയലോഗ് ഇല്ലെന്ന് വേണ്ടേ. സമയം പോകുന്നത് നമ്മ 3 ആളെ ആക്ടർ, നീ നമ്മളെ ഡ്രൈവർ. ഓക്കെ ജിത്തുട്ടാ എന്റെ പെരുമാറി ജിത്തു. അതാണ് ഇത് അല്ല ആ ഒരു 20 പരിപാടി നടന്നില്ല. ഫസ്റ്റ് ഡയലോഗ് മൊത്തം അതിനൊരു സംഭവം നമുക്ക് ഇവർക്ക് ബുക്കായി. എന്താ പറയാ ഇതിന്റെ ആ ഡയലോഗ് ഇവർക്ക് ബുക്കാ. ഈ എഡ്യൂക്കേഷൻ ഇവർക്കില്ലേ ഇനി എന്താ പരിപാടി? +2 കഴിഞ്ഞിട്ട് ഇനി എന്താ പരിപാടി? കറക്റ്റ് സമയത്ത് വേറെ കാസ്റ്റിംഗ് നടന്നോടെ. അതിന് കമന്റ് പെടുന്നു. ഞാൻ വിട്ടുകൊടുത്ത അല്ല നീ മറ്റേന്ന് പറയല്ലേ ആദ്യം മെയിൻ ഹീറോ അലിൻ ജോസ് പേരെ സിനിമ വരുമ്പോ ഞാൻ ഇല്ലായിരുന്നു. സിനിമയിൽ തന്നെ കട്ട് ചെയ്തു. നെക്സ്റ്റ് ലക്ഷ്യം പമ്പാണ് കേട്ടോ. പമ്പ് എണ്ണടിച്ചോ. അപ്പൊ ആദ്യം തന്നെ ഡ്രൈവ് ചെയ്യുന്നവരല്ല എണ്ണ അടിക്കണ്ട്. മറ്റേ പമ്പിൽ നല്ല ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. ഇതിലെല്ലാം പോവും. ബാത്റൂം ഉണ്ട് നാട്ടില് മോനെ അതാന്ന്. സാധനത്തിന് പൈസ കൂടി ഇപ്പൊ. ഡബിൾ ആംപ്ലേറ്റ് പോലൊക്കെ 4 രൂപയില്ലു. യുദ്ധമായിട്ട് സാധനത്തിന് പൈസ കൂടി. എന്ത് ചെയ്യാ? നമ്മ നാട്ടിൽ പത്ത 10 ഇത് മറ്റേ പാട്ടിന് 2 അടയാളം ഇതാ ഒരേ
കൊടുത്ത മെസ്സേജ് ഓപ്പൺ ആക്കടാ. മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഈ സ്ഥലം? ഇതാ നല്ല വീഡിയോയിലും ഇല്ലേ നാടല്ല തിരക്കായിരിക്കും. കൊണ്ടടാ ബിസ്ക്കറ്റ് കൊണ്ടടാ. നീ പൈസ കൊടുക്കാം. ബിസ്ക്കറ്റ് കൊടുത്തതിന് പെട്രോൾ അടിച്ചതിന്റെ പൈസ കൊടുക്കും മോനെ. ബിസ്ക്കറ്റ് കൊണ്ടടാ. ചെപ്പിക്കൽ തിന്നൂലെന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഡൈജസ്റ്റീവ് ഇതെല്ലാം മസാല കട്ടിലുണ്ട്. എന്റെ ഷെപ്പിക്ക് കട്ട് വെച്ചാണ് അത് പറഞ്ഞത്. നല്ല ആളുണ്ട് വന്നു. നാടിലെ ഇതാണ് സത്യാവസ്ഥ. വീഡിയോയിലും കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആലോചിക്കണം. സ്ഥലത്തെത്തി. ഞാനും അടിച്ചിട്ടല്ല. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോർഫക്കാൻ. കോർഫക്കാൻ ഇനെന്ന് പറയാ വാദി. മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് ഫുൾ എൻജോയ്മെന്റ് ആയി ഫുൾ ടീം എത്തിയിട്ടുണ്ട് ഗൈസ്. സീനാണ് ഇവിടെ. ഫുൾ ഓൺ ചിൽ 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 ചിൽ. ഇന്ന് ബുൾസൈ അടിക്കും, വെറൈറ്റി സാധനങ്ങളിലായി കൂടുകയാണ്. ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി കാണിച്ചു തരാം. വെയിറ്റ് ഇതാണ് കേട്ടോ റോഡ്. വെറുതെ 1 കിലോമീറ്റർ നടന്ന് ആരെ ഏൽപ്പിച്ചിനി ലൊക്കേഷനിൽ എത്തിക്കാൻ? ഇവരെല്ലാം ഏൽപ്പിച്ച അങ്ങനെ നിർത്തിയിട്ട് നടക്കണം. ഇത് കൊടക്കാടല്ലേ റോഡ് സൈഡിൽ വണ്ടി ഇരുത്താൻ. സ്ഥലം ലൊക്കേഷന്റെ പേര് അറിയോ? വാദി. വാദി നീ സാധനത്തിന് പറയുന്നേടാ. വാദി ഇങ്ങനെ ചെരുവിന് ഇങ്ങനെ വെള്ളം പോകുന്നിങ്ങനെ പറയുന്ന പേരാണ്. അങ്ങനെ നമ്മള് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് കേറി ഉള്ളിലേക്ക് കേറി നല്ലൊരു അടിപൊളി സൂപ്പർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെള്ളം കളയല്ല. ഹെലികോപ്റ്റർ പോകുന്നതാണ്. മിസൈലാണ് കേട്ടാ. എടാ ഈ സ്ഥലത്തിന്റെ പേരറിയാ? വാദിന്റെ ആ പേര് കളഞ്ഞിട്ട് അടിച്ചിട്ട് ഗൂഗിൾ അടിച്ച് വരുന്നതുകൊണ്ട് അത് മറിച്ചിട്ട് ലൊക്കേഷൻ വേണ്ടി. ഇതൊരു ഡേഞ്ചർ ഏരിയ ആണ്. ഫുൾ ശ്രദ്ധിക്കണം. കയ്യിലാണെങ്കിൽ സാധനം ഉണ്ട്, ഒരു കയ്യിൽ ക്യാമറ. സീനാ. കൃഷിസ്ഥലം. ആക്കി തരണ കുമ്പളാന്ന് തോന്നല്ലേ? जून जुलाई में आएगा. ओके. യഥാർത്ഥ ട്രെക്കിംഗ് ഉള്ള സാധനം കൊണ്ട് ടൂൾസ് എല്ലാം ഉണ്ടാക്കി അത് വേറെ വെച്ചോ. കിലോമീറ്ററുകൾ താണ്ടാൻ ജിത്തു റെഡി. ആര് വിളിക്കുന്നവാ? അബി ക്യാ ഹൈ? ജിത്തുവിനെ കാണിച്ച് നമ്മ ഭീഷണിപ്പെടുത്തി. ഇവരെ തോട്ടത്തിൽ കയറാൻ അലൗഡ് ചെയ്തു. വാട്ട് എ ബ്യൂട്ടി. ഞാൻ കട്ട് ചെയ്തിട്ട് വൈഡിലിടാം. ഇത് കണ്ടോ മാങ്ങമരം? ദിസ് ഈസ് മാങ്ങമരം. इसके अंदर पानी नहीं है. वो वाला पानी इसके अंदर से नहीं जा रहा है. बादाम इधर से हाँ. इधर पानी ज्यादा है. ഇത് കിടിലൻ സ്ഥലം.
നല്ലൊരു മനുഷ്യൻ. ഞാൻ ചീന ഉള്ളിൽ ആ വള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവുക. എയിലേ കൂടിടാ ഗേറ്റ് തുറന്നിട്ടാ നമ്മളെ പറ്റിച്ചാ. അല്ല ലോക്കായ ഇയാളെന്താ എന്ത് കാണിച്ച് ഇയാളെന്ത് പറഞ്ഞു നമുക്ക്? നമ്മടാ എന്ത് സംഭവം? അങ്ങപ്പുറത്തെ ചെറിയ ലാഭമുണ്ട്. അതിന്റെ ഉള്ളില് ഒരു പാകിസ്ഥാൻ ഇതേപോലത്തെ തോട്ടത്തിനുള്ളിൽ കയറി. ഏത് ഫസ്റ്റ്? ആ മാടനൊന്നും സപ്പോനെ കാത്തുന്നു. ഒരു ഗംഭീര കൊളിക്കുള്ള പുറപ്പാട്. റെഡിയാ? ബാപ്പ കുളിക്ക റെഡി. സീൻ യൂട്യൂബില് മറ്റേതാണ്, അതുകൊണ്ട് അത് പറ്റൂല. എൻജോയ് എൻജോയ്. മറ്റേ വീഡിയോ എടുക്കണം. ഞാൻ മോഹൻലാൽ ഞാനാക്കാം. സപ്പോ നരസിംഹത്തിലെ റീല് പല്ലടിക്കണം ഇത്ര സ്പീഡിലാ. ഇനിയോ അങ്ങനെ എല്ലാവരും ഒന്നാം കുളി കഴിഞ്ഞു. ഒരു ഷോർട്ട് സ്നാക്ക് ബ്രേക്ക്. പാല് തിളക്കുന്നുണ്ട്. വേറെന്താണ് ഓപ്ഷൻ? ഓംപ്ലേറ്റ് അടിക്കണം. ഓംപ്ലേറ്റ് വിത്ത് ബ്രെഡ്. വിത്ത് ബ്രെഡ്. ഓക്കെ. നെറ്റില് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ഒന്നുമില്ല. അൺലിമിറ്റഡാ സുസുലിലോ. ചായ റെഡിയായി. മലയടിവാരത്തിലെ ഒരഴകാന ഗ്രാമം. വെയിലത്ത് ഇന്ത്യ അടിക്കുന്നത്. അടുത്തതായി വന്നിരിക്കുന്നു. ഓംപ്ലേറ്റ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. നോ പ്രോബ്ലം. സൂപ്പർ ടേസ്റ്റ്. ഞാൻ 5 ബ്രെഡ് ആക്കി. എനിക്ക് 2 ബ്രെഡ് ആക്കി. അടിച്ച് പൊളിച്ച് ഫുൾ എൻജോയ്മെന്റിൽ കിടിലം കുളിയെല്ലാം കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ദുബൈയിലേക്ക്. സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം കിട്ടില്ല. എല്ലാരും മസ്റ്റ് മിസ്. സ്ഥലം നമുക്ക് പറഞ്ഞതിൽ ഓപ്ഷൻ ഇല്ല. ബോർഡ് കാണും റാസൽ ഗെയിമിലെ കൂടെ പോകുമ്പോൾ. ഓക്കെ, സ്ഥലം നമ്മൾ കാണിച്ചു തരാം. പറഞ്ഞോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം. വൺ ടൈം എക്സ്പീരിയൻസ്. അല്ല, നാട്ടില് കൊറേ കുളത്ത് കുളിച്ചിട്ട് ഇതെങ്ങനെയുണ്ട്? പൊള്ളിന്നോലും പറഞ്ഞ ചൂരലില്ലേ ചീവേലി, സെയിം ഫീല്. ഇതിലെ ദുബൈത്തെ മെയിൻ കാര്യം നമ്മളെ റൂമിലെല്ലാം ക്ലോറിങ് കലക്കിയ വെള്ളം കിട്ടില്ലേ. ഇത് നാച്ചുറല്. അത് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. സ്ഥലം നോക്ക് ഫുൾ. ഫോട്ടോ എടുക്കും പൊട്ടാ. സ്മോൾ സെറ്റപ്പ് ഉണ്ട്. സ്മോൾ
തട്ടുകട സെറ്റപ്പ്. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി ആൾക്കാർ കൂടി പോയി എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ വയറ് കണക്ട് വയറൊന്നും സെറ്റപ്പ് വേറെ ആയിരിക്കും. വയറൊന്നും കണക്ട് ഒരു സാധനം